ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണേ. ആരെ കാണാനാണ് പോയേക്കണേന്നൊക്കെ നിങ്ങൾ ബാക്കിയൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളാണെങ്കിൽ കുറച്ചധികം ലോങ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇപ്പോൾ കണ്ടിട്ട് തന്നെ ഒരു 2 വർഷത്തിന് മുകളിലെന്തോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് ഇതേ അച്ചാറൊക്കെ അമ്മേനെ കൊണ്ട് പറഞ്ഞിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ. ഇപ്പോൾ തന്നെ സമയമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്നെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ ആളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ടൈമിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതി. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളെ. അവളാണെങ്കിൽ ജർമ്മനിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബാഗിന് എത്ര രൂപയാണെന്ന് ഒന്ന് ഗെസ് ചെയ്തൊന്ന് കമൻറ്റ് തരണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു മാളിക്കൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് ലുലു ഫാഷനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്ന് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഷോപ്പ് കണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്, എത്ര അടിപൊളിയാണെന്ന്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ നെക്ക് ചെയിനൊക്കെ, അതിൻ്റെ പെൻഡൻ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ എല്ലാം ആൻറ്റി ടാർണിഷ്ഡ് കോട്ടിംഗ് ഒക്കെ വരുന്നതാണ്. റിങ്, ചെയിന്, ബാംഗിൾസ്, നെക്ക് ചെയിൻ, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫണ്ടൂരൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഗെയിംസിലെ റൈഡ്സിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നാളും കൊണ്ട് കാണുന്നതുകൊണ്ട് കുറേ വർത്താനൊക്കെ പറയാനുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ 2-3 സ്കൂളിലത്തെ കുട്ടികളൊക്കെ ട്രിപ്പിന് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ബഹളമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ നാൾ കൂടിയാണ് ഞാൻ ഈ ഫണ്ടൂരയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കുട്ടികളുടെ കളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് കുനാഫ ചോക്ലേറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതോർന്ന് എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് കഴിക്കണമെന്നുള്ളതും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്ന് വേഫിൾസ് ഓർഡർ ആക്കിയിട്ടിരിക്കുവാണ് കേട്ടോ. ഞങ്ങൾ ന്യൂട്ടെല്ലയുടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഞങ്ങളുടെ കൈക്ക് ഇതേ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ന്യൂട്ടെല്ലയുടെ ട്രൈ ആക്കുന്നത്. ന്യൂട്ടെല്ല കോട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബൊക്കറ്റാണ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റേ വീഡിയോസ്, ഇതൊക്കെ ഉണ്ടാക്കിയ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലെല്ലാം വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ ലുലുമാളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഡ്രസ്സ് മേടിച്ച് തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാനായിട്ട് ഷോപ്പൊക്കെ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ റീൽസിലൊക്കെ കണ്ട ഒരു വയലറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഷോപ്പിലേട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ ഷോപ്പാണെങ്കിലും അവിടെ നല്ല പിൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ കുറേ ടോപ്പൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ മിററൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിതേ ബില്ലൊക്കെ ആക്കിയിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഇവൾ മേടിച്ചു തന്നാണ്, ഞാൻ മേടിച്ചതല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ ഫുഡ് കഴിക്കാൻ അൽസാജിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ ഞങ്ങൾ മെനു നോക്കുകയാണ്. മെയിനായിട്ട് സീ ഫുഡ് കഴിക്കാനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ജസ്റ്റ് എല്ലാ മെനുവും ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീൽസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് കുറേ കറികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ എല്ലാ സീ ഫുഡ് ഐറ്റംസും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കാണുന്നതാണ് ഒക്ടോപ്പസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ മനസ്സ് നിറഞ്ഞ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ അശ്വതി എനിക്ക് വേണ്ടതെല്ലാം മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങളവിടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള വ്യൂ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് നമ്മുടെ ആലുവയിലുള്ള അൽസാജ് ഹോട്ടലാണ് കേട്ടോ, റെസ്റ്റോറൻ്റാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ അടുത്ത ആഴ്ച പോവും. പിന്നെ നമ്മൾ എപ്പോഴാണ് കാണുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ നാൾ കൂടി കണ്ടതിൻ്റെ നല്ല പോണേൻ്റെ വിഷമമുണ്ട്, കണ്ടതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എനിക്ക് അശ്വതി കൊണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ചോക്ലേറ്റൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വാച്ചൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ ആ ഇരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് അവൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ എനിക്ക് അത് അവളും കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ അശ്വതി, താങ്ക് യു സോ മച്ച് എന്നെ ഇത്രയും ഹാപ്പി ആക്കിയതിന്. ഈ ഒരു ദിവസം ഫുള്ള് ഹാപ്പി ആയിരുന്നു ഞാൻ അവളുടെ കൂടെ. കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അവൾ കൊണ്ട് തന്ന ചെയിന് 2 മാലയും ഇതായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എൻ്റെ ഫേസൊക്കെ വന്നു നോക്കിയപ്പോൾ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു ഫേസ് പാക്കൊക്കെ ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.